ഡൂംസ്ഡേയുടെ പുതിയൊരു ട്രെയിലർ വന്നു ആൻഡ് ദിസ് ഗേവ് ഗൂസ് ബംസ്. മറ്റേ ഫസ്റ്റ് ട്രെയിലർ എനിക്ക് അത്ര വലിയ, എനിക്ക് പേഴ്സണലി അത്ര വലിയ കാര്യമായിട്ട് തോന്നിയില്ലായിരുന്നു. ഒരു ഇൻഫിനിറ്റി വാർ എൻഡ് ഗെയിം പോലത്തെ ഒരു പടമാണ് ഈ ഡൂംസ്ഡേയും സീക്രട്ട് വാറൊക്കെ. സോ ഫസ്റ്റ് എനിക്ക് അത്ര ഒരു ഗുമ്മ് തോന്നിയില്ലെങ്കിലും ഇതിൽ നല്ല പ്രോപ്പർലി അതിലെന്താണോ നമ്മൾ കുറവുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു, അതങ്ങനെ പ്രോപ്പർലി നികത്തി നമുക്ക് ആ ഒരു ഒരു ഹൈ ഉണ്ടല്ലോ, ആ ഒരു സീരിയസ് മോഡ് ഉണ്ടല്ലോ നമുക്ക് ഇൻഫിനിറ്റി വാറിലും എൻഡ് ഗെയിമിലൊക്കെ കിട്ടിയിട്ടുള്ള ആ ഒരു സാധനം, എന്തൊരു വലിയ ഗ്രേറ്റർ ത്രെറ്റ് ദെൻ ആ ഒരു ഡോക്ടർ ഡൂമിനെ ഹൈലൈറ്റ് ചെയ്ത് ഐ ആം ഡൂ എന്ന് പറഞ്ഞ ഡയലോഗൊക്കെ ബാക്ക് ടു 2008 നമ്മൾ മറ്റേ ഐ ആം അയൺമാൻ എന്ന് പറയുന്ന ആ പടത്തിലെ ഫസ്റ്റ് അയൺമാൻ പടത്തിലെ അവസാനത്തെ ഡയലോഗ് ഓർമ്മപ്പെടുന്ന രീതിയിൽ അങ്ങനെ റോബർട്ട് ഡൗണി ജൂനിയർ തന്നെ എടുത്തില്ല. സോ എല്ലാം കൊണ്ടും കുറച്ചുള്ളൂ, 2 മിനിറ്റ് ഉള്ളൂ. കാണിച്ച ക്ലിപ്സ് തന്നെയാണ് കുറേ എക്സ്ട്രാ ഉള്ളത്. പക്ഷേ അഡീഷണൽ വന്ന കുറച്ച് സാധനങ്ങൾക്ക് വെച്ച് നല്ല ഒരു പ്രോപ്പർ ട്രെയിലർ ഇതാവണമായിരുന്നു ഡൂംസ്ഡേയുടെ ട്രെയിലർ എന്ന് എനിക്ക് തോന്നിയ പോലെ. അല്ല കിടില സാധനം. അവരുടെ സൂസ്റ്റോം ഈ ഒരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ആരാന്നും ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നതും അവർ ഈവിളിഷ് നേച്ചർ എങ്ങനെയാണ് ഈ ഒരു ഡൂം ടട്ടർ ഇങ്ങനെ ട്രാൻസ്ഫോം ആയതെന്നുള്ളതും റീഡും ഡൂമും തമ്മിലുള്ള കാര്യങ്ങളൊക്കെ ഈ പടത്തിൽ മൈന്യൂട്ടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നുള്ളത് തീർച്ചയാണ്. അത് നമുക്ക് കാണിച്ചു തരുന്നുമുണ്ട്. സോ താനോസിനെ പോലെ അവർക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഒരു ഗ്രേറ്റർ ഗാലാക്ടിക് ത്രെട്ടായിട്ട് ഡൂമിനെ ഇവർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നുള്ളത് ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഇവർ കാണിക്കുന്നുണ്ട്. സോ ഇതിലെനിക്കൊരു ഹൈ കിട്ടി ഈ ഒരു ട്രെയിലറിൽ. എനിക്ക് ഈ സാധനമാക്കി ഇത് ട്രെയിലർ പോലും ഇല്ല, ഇത് ആക്ച്വലി ഒരു ക്ലിപ്പ് പോലെ ഇവർ മറ്റേ ഈ ഒരു കോമിക്കോൺ ബേസ് ചെയ്ത് ഇറക്കിയൊരു സാധനമാണ്. ആൻഡ് ഈ പടത്തിൻ്റെ ബേസ് എന്നുള്ള രീതിയിൽ ഞാൻ ഇതിൻ്റെ ഒരു സീക്രട്ട് വാർസ് കോമിക്ക് വായിച്ചായിരുന്നു. ആ ഒരു 9 ഇഷ്യൂ ഫുള്ളും കിടില സാധനമാണ്. ഇനി അത് തന്നെയാണ് ഒരു പടമാക്കിയിട്ട് മാറ്റം പോകണമെന്ന് അറിയില്ല. ഈ ഡൂംസ്ഡേ എന്നുള്ള പടത്തിൽ അതിൻ്റെ ഒരു പ്രില്ലോട് മാത്രമായിരിക്കും. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സീക്രട്ട് വാർസ് എന്നുള്ള പടം നമുക്ക് കിടക്കുന്നത്. സോ ഇവരെങ്ങനെയായിരിക്കും അത് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനമാണ്. നമ്മളിപ്പോൾ മാർവൽ കോമിക്സിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും ഇതിൽ അപ്പയർ ചെയ്യുന്നില്ല. നമുക്ക് ഈ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ നമ്മൾ കണ്ടിട്ടുള്ള സിനിമ സീരീസ് ക്യാരക്ടേഴ്സിൽ തന്നെ വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ വെച്ച് മാത്രമേ ഇവർ ഈ ഒരു പടം ഇറക്കുന്നുണ്ടാവുള്ളൂ. മറ്റേതിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്. പക്ഷേ അതിൻ്റെ ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, ഒരു സീക്രട്ട് വാർസിൻ്റെ കംപ്ലീറ്റ് ഒരു പിക്ചർ, അത് അവർ ഐഡിയ ഭയങ്കരധികം ക്രിയേറ്റീവ് ആണ്, ഭയങ്കര രസമുള്ളൊരു സാധനമാണ്. ഒരു ബാറ്റിൽ വേൾഡിൻ്റെ ക്രിയേഷനൊക്കെ അത് തന്നെയായിരിക്കും ഈ ഒരു പടത്തിലും കാണിക്കാൻ പോകുന്നുണ്ട് അവർ. പക്ഷേ ഇൻഫിനിറ്റി വാർ എൻഡ് ഗെയിം എന്നുള്ള ആ ഒരു പ്രോപ്പർ മോഡിൽ ഡൂംസ്ഡേ സീക്രട്ട് വാർസ് എന്ന അതേ സെറ്റപ്പ് തന്നെ ആയിരിക്കും ഇവർ പിടിക്കുന്നുണ്ടാവുക. എങ്ങനെ പോയാലും അവർ ഈ ഒരു ക്യാരക്ടറിനെ ഇവരിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ, സ്റ്റേജ് ചെയ്ത് വെക്കാൻ ഈ ഒരു പടത്തിൽ ഇവർക്ക് സെറ്റ് ആവുന്നുള്ളത് തീർച്ചയാണ്. ഈ ഒരു ബാറ്റിൽ വേൾഡ് വെച്ച് തന്നെ, ഈ ഡൂം ഉണ്ടാക്കി ക്രിയേറ്റീവ് എന്ന ഒരു ബാറ്റിൽ വേൾഡിൽ വെച്ച് തന്നെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് കണ്ടൻസ് വേറെ സെപ്പറേറ്റ് ഒരു 10-40ഓളം കോമിക്സ് തന്നെ ഉണ്ട് അതിനെ ബേസ് ചെയ്തിട്ട്. സോ ഇവർക്ക് ഇനി അടുത്തൊരു 10 കൊല്ലത്തേക്കുള്ള കണ്ടൻറ്റ് ഇവരുടെ കയ്യിലുണ്ട്. പക്ഷേ ഇവരെങ്ങനെയായിരിക്കും ഈ ഒരൊറ്റ പടത്തിൽ സീക്രട്ട് വാർസിൽ ഇതെല്ലാം കൂടി കൾമിനേറ്റ് ചെയ്യാൻ പോകണമെന്ന് അറിയില്ല. പക്ഷേ ഈ കുറേ റൂമേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറേ തിയറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ സെപ്പറേറ്റ് വേറെ വീഡിയോ ആയിട്ട് പറയും. അതായത് ഡൂംസ്ഡേനെ ബേസ് ചെയ്തിട്ട് തന്നെ കുറേ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് കുറേ തിയറീസ് വരുന്നു, കുറേ ഇൻസെയിൻ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ. അതിൽ ചിലത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര രസമാണ്. മറ്റേ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ സംഭവങ്ങളുണ്ട്, അങ്ങനത്തെ കുറേ ഉണ്ട്. ദെൻ ഈ സീക്രട്ട് വാർസിനെ തന്നെ ബേസ് ചെയ്തിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള കംപ്ലീറ്റ് ആ ഒരു കോമിക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഈ അടുത്ത് തന്നെ ചെയ്യാം. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര അധികം എക്സൈറ്റിംഗ് ആയിട്ടുള്ള സാധനമാണ് അത്. പക്ഷേ അതെങ്ങനെ എനിക്ക് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം കുറേ കണ്ടൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പഴയത് മുതൽ അതിൽ ചില സാധനങ്ങളൊക്കെ പൊളി സാധനങ്ങളൊക്കെ പടത്തിലേക്ക് അഡാപ്റ്റേഷനായിട്ട് വന്നാൽ അടിപൊളിയായിരിക്കും. സോ നല്ല ദെൻ ഈവൻ നമ്മുടെ മൈസ്ട്രോനൊക്കെ കാസ്റ്റ് ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു സീക്രട്ട് വാർസിന് വേണ്ടി. ദെൻ ടോബിയും വൂൾവറിനും തമ്മിലുള്ള അതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ കുറേ ലീക്സൊക്കെ വരുന്നുണ്ടായിരുന്നു. സോ ഡൂംസ്ഡേനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇനി അങ്ങോട്ടുള്ള കുറച്ച് കാലങ്ങൾ ഫുള്ള് എന്നുള്ളത് തീർച്ചയാണ്. പക്ഷേ ഒറ്റ കാര്യമുള്ളൂ, ഇവർ ഈ സ്പൈഡർമാനൊക്കെ ഇറക്കുന്ന സമയത്ത് സോണിക്കാരാണ് അമ്മമാർ പെരവി ചെയ്യുക. മാർവൽ അധികം അങ്ങനെ ചെയ്ത് കാണാറില്ല. ഈ ബ്രാൻഡ് ന്യൂ ഡേയൊക്കെ കുഞ്ഞു ക്ലിപ്പ് എന്ന് പറഞ്ഞിട്ട് പടം ഫുള്ള് ഇവരിങ്ങനെ ഇട്ടും. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഈ അടുത്തൊരു ട്രെയിലർ കണ്ടു, ഇത് കഴിഞ്ഞ് അടുത്തത് ഇതുപോലെ കിട്ടി. നമുക്ക് ഫുൾ പടം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് പടത്തിൽ വലിയ ഹൈ ഒന്നും കിട്ടാത്ത രീതിയിലേക്ക് ഇവരാക്കി വിടാറുണ്ട്. മാർവൽ അങ്ങനെ ചെയ്യാറില്ല. സോണി ചെയ്യുന്ന ആ ഒരു പരിപാടി ഇപ്പോൾ ബ്രാൻഡ് ന്യൂ ഡേക്കും അല്ലെങ്കിൽ മറ്റ് സ്പൈഡർമാൻ സിനിമകളൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് ചെയ്ത സാധനങ്ങളൊക്കെ തന്നെ ആ ഒരു മണ്ടത്തരം ഇതിലിവർ ചെയ്യരുത് എന്നുള്ളത്. കാരണം നമ്മളിപ്പോൾ ആലോചിച്ച് നോക്കുക, ഇൻഫിനിറ്റി വാറൊക്കെ കാണുന്ന സമയത്ത്, എൻഡ് ഗെയിമൊക്കെ കാണുന്ന സമയത്ത് ഫസ്റ്റ് ടൈം നമുക്ക് ആ ഒരു കിട്ടുന്ന ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ. ഒന്നും അറിയാതെ നമ്മൾ ഒരു കഥയുടെ പോക്കിൽ നമ്മൾ വളരെയധികം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറേ അധികം ഐക്കോണിക് സീനുകൾ ഇതുപോലെ ട്രെയിലറിലോ ടീസറിലോ ഈ മറ്റേ കുഞ്ഞ് ഫുട്ടേജ് മറ്റേ ക്ലിപ്പ് അല്ലെങ്കിൽ ഇവിടെ ബാസ്കറ്റ് ബോൾ കളിയുടെ ഇടയിലിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ വരും. അങ്ങനെയൊന്നും ചെയ്യാതെ ഇറക്കുകയാണ് ഇതുപോലത്തെ പ്രോപ്പർ വല്ലപ്പോഴത്തെ സാധനം, അത് മതി. ഇപ്പോൾ എനിക്ക് ഫസ്റ്റിനേക്കാൾ കൂടുതൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ കിട്ടിയ ഹൈ ഉണ്ട്, അത് പൊളി സാധനമാണ്. ഹൈപ്പ് കയറാൻ പറ്റിയ സാധനമാണ്. സെക്കൻഡ് ഈ പറയുന്ന ഈ കുഞ്ഞ് ടീസർ പോലെ ഇറക്കിയിട്ടുള്ള സാധനം
കണ്ടുപോകുക, അടിപൊളിയാണ്, എനിക്കിഷ്ടപ്പെട്ടു. കണ്ടവരാണെങ്കിൽ ഈ ഒരു ട്രെയിലറിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ പോലെ ഡൂംസ്ഡേയുടെ സെപ്പറേറ്റ് ആയിട്ടുള്ള തിയറീസിനെ പറ്റിയും കംപ്ലീറ്റ് സീക്രട്ട് വാർസിൻ്റെ ഒരു കംപ്ലീറ്റ് കോമിക്സ്, അത് സിനിമയായിട്ട് യാതൊരു ബന്ധമില്ല, സിനിമയിലെ കഥ എനിക്കറിയില്ല, ഞാൻ സീക്രട്ട് വാർസിലെ കഥ എന്നാണ്, കോമിക്കിലുള്ള സീക്രട്ട് വാർസിൻ്റെ കഥ എന്താണെന്നുള്ളത് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. സോ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.